ഏത് പ്രദേശം എടുത്തോ BJPക്ക് സ്വാധീനമുള്ള എല്ലാ മേഖലകളിലും BJPയും കോൺഗ്രസും തമ്മിൽ മത്സരിക്കുന്നു. മാർക്സിസ്റ്റ് പാർട്ടി ഇടതുപക്ഷം 3ാം സ്ഥാനത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു അന്തർധാരയെ കുറിച്ചിട്ടുള്ള മുന്നറിയിപ്പാണ് പി ജയരാജൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടത്തിയിരിക്കുന്നത്. പിണറായി വിജയന് നിലനിൽക്കുന്നതിന്റെ ഏറ്റവും വലിയ സഹായം ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നത് BJPയും RSSുമാണ്. സീതാറാം യെച്ചൂരി എന്ന് പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു മതേതരത്വ സഖ്യം കെട്ടിപ്പടുത്താൻ കഴിയില്ല എന്നതാണ് ദേശീയ നേതൃത്വത്തിലുള്ള ചിന്ത. കേരളത്തിൽ ഇവർ പറയുന്നത് മതേതരത്വ മുന്നണിക്ക് നേതൃത്വം കൊടുക്കാൻ കോൺഗ്രസിന് കഴിയില്ല എന്നുള്ളതാണ്. പിണറായി വിജയൻ മോഡിയെ ഭയപ്പെടുന്നു, പിണറായി വിജയൻ BJPയെ ഭയപ്പെടുന്നു. ഈ വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മാർക്സിസ്റ്റ് പാർട്ടിയും BJPയും തമ്മിൽ ഒരു അന്തർധാരയുണ്ട്, കൂട്ടുകെട്ടുണ്ട്. സ്വർണ്ണക്കള്ളക്കടത്ത്, ഡോളർ കടത്ത്, അതേപോലെ ലൈഫ് മിഷൻ പദ്ധതി തട്ടിപ്പ് എന്നിവ ലാവ്ലിംഗ് കേസ് സുപ്രീം കോടതിയിൽ 6 വർഷമായി കിടക്കുന്നു. ഇപ്പോൾ ലാസ്റ്റ് 38 22 തവണ രജിസ്റ്റർ വഴി മാറ്റി, 60 തവണ മാറ്റി, 61 തവണ മാറ്റി മൊത്തം. അങ്ങനെ മൊത്തത്തിൽ ആരും തൊടാൻ പറ്റാത്ത ഒരു നേതാവ് എന്ത് വൃത്തികേട് കാണിച്ചാലും ഒരു പ്രശ്നമില്ല എന്നുള്ള രൂപത്തിൽ നിൽക്കുന്നു. ഇപ്പോൾ SFIO അന്വേഷണം ഡിക്ലെയർ ചെയ്തിട്ടും അങ്ങനെയൊക്കെ യാതൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അപ്പം അങ്ങ് എങ്ങനെയാണ് അതിനെയൊക്കെ കാണുന്നത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അദ്ദേഹത്തിന് എല്ലാ തലത്തിലുമുള്ള ആളുകളെ വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഓഫീസിനെ സംബന്ധിച്ച്, അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിനെ സംബന്ധിച്ച്, അദ്ദേഹത്തെ സംബന്ധിച്ച്, അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ സംബന്ധിച്ച്, അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലിയെ സംബന്ധിച്ച്, അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റിനെ സംബന്ധിച്ച് ഇത്രയും ആക്ഷേപങ്ങൾ വന്നിട്ട് ആ ആക്ഷേപങ്ങളെ കുറിച്ചിട്ട് പല തരത്തിലുള്ള അന്വേഷണം നടക്കുന്നു. ഒരു അന്വേഷണവുമായി സഹകരിക്കാൻ അദ്ദേഹം തയ്യാറാവുന്നില്ല. ഉമ്മൻചാണ്ടി ജുഡീഷ്യൽ അന്വേഷണം വന്നപ്പോൾ ഉമ്മൻചാണ്ടി 24 മണിക്കൂർ നേരം ജുഡീഷ്യൽ ഓഫീസറുടെ മുന്നിൽ പോയി തെളിവെടുപ്പിന് പോയി. അന്ന് ഉമ്മൻചാണ്ടിക്ക് ആക്ഷേപം എന്താ, മുഖ്യമന്ത്രി ജുഡീഷ്യൽ ഓഫീസിന് മുന്നിൽ പോയി ഇതിനേക്കാൾ വലിയ തെളിവുണ്ടോ എന്ന് ചോദിച്ചു. പക്ഷെ പോയിരുന്ന ഉമ്മൻചാണ്ടിക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. അവിടെ പോയി ഏത് തലത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചാലും ഉമ്മൻചാണ്ടി കൊടുക്കാൻ പറ്റാത്തൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. പിണറായി വിജയൻ കാണിക്കുന്ന എന്താ, പിണറായി വിജയനെതിരെ ഒട്ടേറെ ആക്ഷേപങ്ങൾ ഉണ്ടാകുന്നു, പലതരത്തിലുള്ള അന്വേഷണങ്ങൾ നടക്കുന്നു. അന്വേഷണത്തെ ആയിട്ട് സഹകരിക്കുന്നില്ല, അന്വേഷണത്തെ തടസ്സപ്പെടുത്തത്തക്ക രീതിയിലുള്ള സമീപനമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അന്വേഷണത്തെ ഭയപ്പെടുന്ന ഒരു ഭീരുവായി മാറിയിരിക്കുകയാണ് പിണറായി വിജയൻ. 2, പിണറായി വിജയനെതിരെ വന്നിരിക്കുന്ന ആക്ഷേപങ്ങൾ, ഞാൻ വീണ്ടും പറയുന്നു, ആക്ഷേപങ്ങൾ ഉമ്മൻചാണ്ടിക്കെതിരെ വന്നതുപോലെയല്ല, കുറച്ചുകൂടി ആധികാരികമായി പിൻബലത്തോടു കൂടിയാണ് വന്നത്. അതുകൊണ്ടാണ് പല ഏജൻസികളും ഇതിനകത്തേക്ക് വന്നിരിക്കുന്നത്. ആ പല ഏജൻസികളും ഉമ്മൻചാണ്ടിക്കെതിരെ വന്ന ആരോപണങ്ങൾ പല ഏജൻസികളും വന്നു. CBI വന്നു, അതുപോലെ തന്നെ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു, കോടതി അന്വേഷിച്ചു, ജുഡീഷ്യൽ അന്വേഷണം നടന്നു. ഇതൊക്കെ നടന്നിട്ടും ഉമ്മൻചാണ്ടി അവസാന സത്യസന്ധനായി തെളിയിക്കപ്പെട്ടു. ഇദ്ദേഹത്തിനെതിരെ ഓരോ ആരോപണങ്ങൾ വരുമ്പോഴും അതിനെക്കുറിച്ചുള്ള അന്വേഷണത്തിന്റെ കുരുക്കിൽപ്പെടുകയാണ് ശ്രീ പിണറായി വിജയൻ. ആ കുരുക്കിൽപ്പെടുന്ന പിണറായി വിജയൻ എന്തുകൊണ്ട് അന്വേഷണവുമായി സഹകരിക്കുന്നില്ല? 2, എന്തുകൊണ്ട് അദ്ദേഹം ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നില്ല? ഇപ്പൊ താങ്കൾ പറഞ്ഞു ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട പ്രശ്നം. ഞാൻ ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ഞാൻ താങ്കൾക്ക് അതിനകത്ത് എടുക്കുന്ന ഒരു വളരെ കോൺസ്റ്റന്റ്, വളരെ കണ്ടിന്യൂസ് ആയിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കുന്ന സമീപനത്തെ ഞാനൊക്കെ അനുമോദിക്കുന്നതാണ്. ആ കേസുമായി ബന്ധപ്പെട്ട് ഞാൻ സുപ്രീം കോടതി ജഡ്ജി കത്തയച്ചതാണ്. ഈ കേസുകൾ ഇങ്ങനെ മാറ്റി ചീഫ് ജസ്റ്റിസിന് കത്തയച്ചതാണ്. ഞാൻ പലവട്ടം അതിനെക്കുറിച്ചിട്ട് ഞാൻ അഭിപ്രായം പറഞ്ഞിട്ടുള്ള ആളാണ്. എന്തുകൊണ്ട് ശ്രീ പിണറായി വിജയനെതിരെ ഇങ്ങനെ ഒരു കേസുകൾ മാറ്റിവെക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു പ്രതികരണം വേണ്ട? അപ്പൊ ഇത് ജനങ്ങളുടെ മുന്നിൽ അപ്പൊ വേണമെങ്കിൽ പറയുന്നത് കോടതിയിൽ നിന്ന് ചോദിക്കാം. പക്ഷേ കേസ് മാറ്റിവെക്കുന്നതിന്, ഇങ്ങനെ കേസ് മാറ്റിവെക്കുന്ന ലാവ്ലിൻ കേസ് നടക്കുന്ന ഈ അതിൻ്റെ ഒരു കാലതാമസത്തെക്കുറിച്ച് പോലും പ്രതിക്കൂട്ടിലേക്കാവുന്ന പിണറായി വിജയനാണ്. പ്രതിജാപനന്റെ സത്യസന്ധതയെ ചോദ്യം തന്നെ കേസിന്റെ വിശദാംശത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പൊ എവിടെയൊക്കെയോ മറച്ചു വെക്കുന്നു, എവിടെയൊക്കെ ഭയപ്പെടുന്നു, എവിടെയൊക്കെയോ ഒളിച്ചോടാൻ ശ്രമിക്കുന്നു. അത് ഒരു ഭരണകർത്താവിന് യോജിച്ചതല്ല. ഞാൻ ചോദിച്ച ചോദ്യം വളരെ എൻ്റെ ഡിഫറെൻ്റ് ആണ്. അതായത് പിണറായി വിജയൻ ഒരു ചോദ്യം ചെയ്യലിനും എൻഫോഴ്സ്മെൻറ്റോ ആരും ഇതുവരെ നോട്ടീസ് അയച്ചിട്ടില്ല, അദ്ദേഹത്തെ ചോദ്യം ചെയ്തിട്ടില്ല. ലാവ്ലിൻ കേസ് തന്നെ സുപ്രീം കോടതിയിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയാണ് കോടതി കയറി പറയുന്നത് ഞങ്ങൾക്ക് സമയമില്ല മാറ്റിവെക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ഈ വിധത്തിൽ അദ്ദേഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കേന്ദ്രം പോലും ശ്രമിക്കുന്നു എന്നുള്ള ആരോപണമാണ് മുന്നിലുള്ളത്. അദ്ദേഹം ഇന്ത്യയിലെ എല്ലാ പ്രമുഖരായ മുഖ്യമന്ത്രിമാരെ അടക്കം എൻഫോഴ്സ്മെൻറ്റ് വേട്ടയാടുമ്പോൾ, അറസ്റ്റ് ചെയ്യുമ്പോൾ, പിണറായി വിജയൻ കേരളത്തിലല്ല ഇന്ത്യയിൽ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ അഴിമതി ആരോപണങ്ങളും സ്വർണ്ണക്കള്ളക്കടത്തും എല്ലാം ഉണ്ടായിട്ടും അദ്ദേഹം സസുഖം താവുന്നു. ഞങ്ങളിത് താങ്കളുടെ ചോദ്യത്തിന് മറുപടി ഞങ്ങൾ കോൺഗ്രസ് പാർട്ടി നിരന്തരമായി ഉന്നയിക്കുന്ന ഒരു വിഷയമാണ്. ഒരു അന്തർധാര, ഒരു ബന്ധം എവിടെയോ കാണുന്നുണ്ട്. അത് താങ്കളുടെ ചോദ്യത്തിൽ തന്നെ ഉണ്ടാകും. കാര്യം ഇത്രമാത്രം ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കാത്ത മുഖ്യമന്ത്രിമാരെയും പൊതുപ്രവർത്തകന്മാരെയും കേന്ദ്ര ഗവൺമെൻറ് ഏജൻസികളെ വെച്ചുകൊണ്ട് വേട്ടയാടുന്ന കേന്ദ്ര ഗവൺമെൻറ് എന്തുകൊണ്ട് ശ്രീ പിണറായി വിജയനെതിരെ അന്വേഷണം നടത്തുന്നത്? അത് രാഷ്ട്രീയമായ ചില അജണ്ടയാണ്. അതെന്താണ് ആ അജണ്ട? മറ്റൊന്നുമല്ല. കേന്ദ്രം ഭരിക്കുന്നത് BJP ആണ്. BJPയുടെ പൊളിറ്റിക്കൽ അജണ്ടയല്ല. BJPയുടെ മുന്നിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു ശത്രുവല്ല. അതിനുള്ള വലിപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കില്ല. അതൊരു പ്രാദേശിക പാർട്ടി പോലെ നിൽക്കുന്നു. അവരുടെ മുഖ്യ ശത്രു എന്നല്ല, അവർക്ക് കോൺഗ്രസിനെ പരാജയപ്പെടുത്തണം. പ്രത്യേകിച്ച് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പാർലമെന്റിലെ അംഗസംഖ്യ വെച്ച്, ഞാൻ പ്രത്യേകിച്ച് പറയുന്നു, പാർലമെന്റിലെ നമ്പർ ഓഫ് സീറ്റ്സ് അംഗസംഖ്യ വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ നിന്നാണ് കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ MP. അപ്പോൾ പാർലമെന്റിൽ വരുമ്പോൾ ഏറ്റവും കൂടുതൽ അംഗസംഖ്യ ഘടകമാണ് കേരളം. കേരളത്തിലെ കോൺഗ്രസിനെ ഒന്ന് തോൽപ്പിക്കണം. എല്ലാ സംസ്ഥാനങ്ങളിലും, നമ്മുടെ കിഴക്കൻ, നമ്മുടെ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ പോലും അക്കൗണ്ട് തുറക്കാൻ അവസരം BJP കിട്ടിയിട്ടും കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ BJPക്ക് അവസരം കിട്ടിയിട്ടില്ല. അവസരം കിട്ടാത്തത് മാർക്സിസ്റ്റ് പാർട്ടി ആയതുകൊണ്ടല്ല, കോൺഗ്രസും BJPയും തമ്മിൽ മത്സരമാണ്. പലയിടത്തും 2ാം സ്ഥാനത്ത് വന്നു BJP, 3ാം സ്ഥാനത്തേക്ക് പോയി കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അപ്പം മത്സരം ആരാ? BJP വേഴ്സസ് കോൺഗ്രസ് ആണ്. അപ്പം അവർക്കെങ്ങനെ കോൺഗ്രസിനെ തോൽപ്പിക്കണം? മാർക്സിസ്റ്റ് പാർട്ടിയുള്ള, പ്രത്യേകിച്ച് ബഹുമാനായ ശ്രീ പിണറായി വിജയന്റെ അജണ്ടയും എന്താ? കേരളത്തിൽ കോൺഗ്രസിനെ തോൽപ്പിക്കണം. ഈ അജണ്ടകൾ തമ്മിലാണ് ശത്രുവിന്റെ ശത്രുമിത്രം എന്നുണ്ട്. എന്നാൽ EP ജയരാജൻ പറഞ്ഞിരിക്കുന്നത് കേരളത്തിൽ ഇപ്പോഴുള്ള ഇലക്ഷനിൽ BJPയും CPM-ഉമായിട്ടാണ് കോൺഗ്രസ് ദുർബലമായിരിക്കുന്നു എന്നാണ്. എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? സംസ്ഥാന LDFന്റെ കൺവീനറാണ് EP ജയരാജൻ. ഏത് അരിത്തമാറ്റിക്സിന്റെ കീഴിലാണ്? അതിന്റെ രാഷ്ട്രീയ, ഏത് രാഷ്ട്രീയത്തിന്റെ പേരിലാണ് EP ജയരാജൻ പറഞ്ഞ? EP ജയരാജൻ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഏതിന്റെ അർത്ഥത്തിലാണ്? എവിടെയാണ്? കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, നമുക്ക് രാഷ്ട്രീയമായ കണക്കെടുത്താൽ BJPക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ BJPയും കോൺഗ്രസുമായിട്ടാണ് മത്സരം. തിരുവനന്തപുരത്ത് 2 വട്ടവും BJPയും കോൺഗ്രസുമായിട്ടാണ് മത്സരിച്ചത്. 3ാം സ്ഥാനത്താണ് മാർക്സിസ്റ്റ് പാർട്ടി. അതായത് 3ാമത്തവനായിട്ടുള്ളൂ മത്സരരംഗത്ത്. മുഖ്യ ശത്രുവായിട്ടുള്ള എതിരാംഗത്തല്ല പറഞ്ഞിട്ടുണ്ട്. പാലക്കാട് എടുത്തു 3ാം സ്ഥാനത്ത് നിൽക്കുന്നവനല്ലോ ഒന്നാമത്തവൻ മറ്റേ ആളുടെ മുഖ്യ ശത്രുവായിട്ട് നിൽക്കുന്നു. 2 നയപരമായ കാര്യങ്ങൾ, ആശയപരമായ തലത്തിൽ ഒരു സംശയവും വേണ്ട. പക്ഷെ അങ്ങ് ചിന്തിക്കാത്തൊരു വേറൊരു മേഖലയുണ്ട്. ഇവർ തമ്മിലുള്ള EP ജയരാജന്റെ പ്രസ്താവന പറയുന്നത് സാധാരണ ആള് പറഞ്ഞതല്ല. കാരണം സംസ്ഥാനത്തെ LDFന്റെ കൺവീനറാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നതിൻ്റെ ധ്വനി എന്ന് പറയുന്നത് BJPയുടെ വോട്ട് കോൺഗ്രസ് CPM-ന്, CPM-ന്റെ വോട്ട് CPM-നും BJPക്കും പോകുമ്പോൾ പരസ്പര ധാരണ ഉണ്ടാകുമ്പോൾ അങ്ങനെ സംഭവിക്കാൻ പാടില്ല. നമുക്കറിയാമല്ലോ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് എടുത്തു നോക്കിയാൽ BJP വളർന്നിട്ടുള്ള സ്ഥലങ്ങളിൽ പലയിടത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് കുറഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ ആരുടെ വോട്ടാണ് പോയിരിക്കുന്നത്? BJPക്ക്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വോട്ടാണ് പോയിരിക്കുന്നത് പല സ്ഥലങ്ങളും. 10-15 വർഷം മുമ്പ് തിരുവനന്തപുരത്ത് BJPക്ക് വളരെ കുറച്ച് വോട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളെ ചാർജ് ജയിച്ചപ്പോഴും ഞങ്ങളുടെ ആളുകളോട് ജയിച്ചുകൊണ്ടിരുന്നപ്പോഴും BJP വളരെ ദുർബലമായിരുന്നു. BJP വീണ്ടും ശക്തിപ്പെട്ടപ്പോൾ ഞങ്ങൾ ജയിച്ചു. ശശി തരൂർ 3 വട്ടം ജയിച്ചു. അപ്പോൾ ഞങ്ങളുടെ വോട്ട് കുറഞ്ഞതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ കുറഞ്ഞതും അന്നത്തെ BJP കൂടുതൽ വോട്ട് കിട്ടിയത് ഭാഗത്തുനിന്ന് നേരെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വോട്ടാണ്. ഈ വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു
അന്തർധാരയെ കുറിച്ചിട്ടുള്ള മുന്നറിയിപ്പാണ് ഇ പി ജയരാജൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടത്തിയിരിക്കുന്നത്. അതെ, ഇന്നലെ TV ചാനലുകളിലെല്ലാം പറഞ്ഞിരിക്കുന്നത് അതിനൊക്കെ ഇ പി ജയരാജനെ കൊണ്ട് പറയിപ്പിച്ചതായിരിക്കും. ഈ അന്തർധാര തന്നെയാണ് പിണറായി വിജയനെ സംരക്ഷിച്ചു നിർത്തുന്നത് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സംശയമില്ലല്ലോ. കേരളത്തിൽ പിണറായി വിജയന് നിലനിൽക്കുന്നതിൻ്റെ ഏറ്റവും വലിയ സഹായം ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നത് BJPയും RSSുമാണ്. അങ്ങക്ക് ഈ കാര്യം കൃത്യമായിട്ട് അറിയാം. താങ്കൾ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്ക് ലാവ്ലിൻ കേസിന്റെ കാര്യത്തിൽ പരാതി അയച്ചു. അതിപ്പോൾ ഗൗരവമായി എടുക്കുന്നു എന്ന് പറയുന്ന സമീപനമൊന്നും ഇതുവരെ വന്നിട്ടില്ല. അതിലും എവിടേക്കോ ചീഞ്ഞു നാറുന്നു. അതിലുപരിയായിട്ട് താങ്കൾ എന്തുകൊണ്ടാണ് ഇത്രയും അന്തർധാര നടക്കുന്ന കാര്യം പാർലമെന്റിൽ ഉന്നയിച്ച് അത് തുറന്നു കാണിക്കാത്തത്? ഞങ്ങൾ പാർലമെന്റിൽ സംസാരിച്ചപ്പോഴെല്ലാം കേരളത്തിലെ രാഷ്ട്രീയത്തെക്കുറിച്ച് ഞങ്ങൾ പരാമർശിച്ചിട്ടുണ്ട്. ദേശീയ തലത്തിൽ വ്യത്യസ്തമാണ്. ദേശീയ തലത്തിൽ വ്യത്യസ്തമാണ്. പക്ഷെ ദേശീയ തലത്തിൽ അല്ലല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയങ്ങൾ തീരുമാനിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോഴും ഈ കേരളത്തിൽ കിടന്നിട്ടുള്ള കളി മാത്രമാണ്. ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മറ്റു സംസ്ഥാനങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്പം വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർ കോൺഗ്രസുമായി സഹകരിക്കാൻ തയ്യാറാകുന്നു. പരസ്യമായി മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി ശ്രീ സീതാറാം യെച്ചൂരി തന്നെ പറഞ്ഞിട്ടുണ്ട്, കോൺഗ്രസിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു മതേതരത്വ സഖ്യം കെട്ടിപ്പടുക്കാൻ കഴിയില്ല എന്നതാണ് ദേശീയ നേതൃത്വത്തിൻ്റെ ചിന്ത. കേരളത്തിൽ അതല്ല. കേരളത്തിൽ ഇവർ പറയുന്നത് മതേതരത്വ മുന്നണിക്ക് നേതൃത്വം കൊടുക്കാൻ കോൺഗ്രസിന് കഴിയില്ല എന്നുള്ളതാണ്. അപ്പം അതായത് പറഞ്ഞ ആശയപരമായി തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്കലാപ്പിലുള്ളത്, കൺഫ്യൂഷനുള്ളത്. ഞങ്ങൾക്ക് കൺഫ്യൂഷനില്ല. ഞങ്ങൾ എന്നും പറയുന്നത് എന്താ, ഞങ്ങൾ മാത്രമല്ല കേരളത്തിലെ ഇന്ത്യയിലെ എല്ലാ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മതേതരത്വ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന എല്ലാ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഏകണ്ഠമായി പറയുന്ന അഭിപ്രായം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വർഗീയതയ്ക്കെതിരെ BJPക്കെതിരെ ഒരു പോരാട്ടം നടത്തണം. ആ പോരാട്ടം നടത്തുന്നതാണ് ദേശീയ നേതൃത്വം പറയുന്നത്. കേരളത്തിൽ വരുമ്പോൾ ഇത് അന്തർദേശീയ പാർട്ടി എന്നൊക്കെയാണ് പറയുന്നത്. എന്തുകൊണ്ട് ആ സമീപനത്തോട് ഇവർ യോജിക്കുന്നില്ല? ഇവിടെ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ പ്രസ്താവനകളും കോൺഗ്രസ് വിരുദ്ധ പ്രസ്താവനകളാണ്. അത് തന്നെയാണ് BJP നടത്തുന്നത്. അപ്പം പറയുന്ന കാര്യങ്ങൾ ഒന്നായതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് BJPയുടെ ലക്ഷ്യവും പിണറായി വിജയന്റെ ലക്ഷ്യവും, ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഴുവൻ എന്ന് പറയുന്നില്ല. ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒട്ടേറെ ആളുകൾ പിണറായി വിജയന്റെ ഈ ഒരു സമീപനത്തിനോട് എതിരായി ചിന്തിക്കുന്ന ഒട്ടേറെ ആളുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ട്. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കുറച്ചുകൂടി അത് വ്യക്തമാകും. അതായത് താങ്കൾ പറഞ്ഞു വരുന്നത് പാർലമെന്റിൽ പിണറായി വിജയനെതിരെ ശബ്ദിക്കാത്തത് ഈ മുന്നണി സംവിധാനത്തിലുള്ള പ്രശ്നമാണ് എന്നാണ് അങ്ങ് പറയുന്നത്. പിണറായി വിജയൻ ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഞാൻ പിണറായി വിജയന്റെ ലാവ്ലിൻ കേസ് ഉൾപ്പെടെ അല്ല സുപ്രീം കോടതി അല്ല, ഞാൻ പറഞ്ഞത് പാർലമെന്റിൽ ഞങ്ങൾ പറയുന്നുണ്ട്. ഞങ്ങൾ നടത്തിയിട്ടുള്ള പല ഇടപെടലുകളും ഇവിടത്തെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമീപനത്തിനെതിരെ ഞങ്ങൾ എല്ലാ എംപിമാരും ഞങ്ങളോട് സംസാരിക്കാൻ പാർലമെന്റിൽ പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് പിണറായി വിജയനെതിരെയുള്ള ഇത്തരം കേസുകൾ പാർലമെന്റിൽ കൃത്യമായി ഏറ്റെടുക്കാത്തത്? അത് തീരുമാനിക്കേണ്ട BJP അല്ലേ? അതെ, അതിനെതിരെ പോരാട്ടത്തെന്ന് ചോദിക്കും. ഞങ്ങൾ പോരാട്ടം നടത്തുന്നുണ്ടല്ലോ. ഞങ്ങൾ പോരാട്ടം നടത്തി അവിടെ ആര് കേൾക്കാൻ? ഇന്ന് വരെ പിണറായി വിജയൻ മോഡിക്കെതിരെ വ്യക്തിപരമായിട്ടൊന്നും പറഞ്ഞിട്ടുണ്ട്. അമിത്ഷായ്ക്കെതിരെ ഇല്ല, പറഞ്ഞിട്ടില്ല. BJP എന്ന് പറഞ്ഞൊരു മൊത്തം പറയുന്നതല്ലാതെ പിണറായി വിജയൻ ഇന്ന് വരെ മോഡിക്കെതിരെ പറഞ്ഞു. ഞങ്ങളൊക്കെ മോഡിക്കെതിരെ സംസാരിച്ചിട്ടുള്ള ആളാണ്. ഞാൻ വളരെ അഭിമാനത്തോടു കൂടി പറയുന്നു, മോഡിക്കെതിരെ കോൺസ്റ്റന്റായി പറയുന്ന ഒരു നേതാവ് രാഹുൽ ഗാന്ധിയാണ്. ആ രാഹുൽ ഗാന്ധി വിമർശിക്കുക പിണറായി വിജയനോട് എന്നുകൊണ്ട്. പിണറായി വിജയന്റെ ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ടല്ലോ, ബോഡിയെ കാണാൻ നേരത്തോടെ. ഞാൻ പറയുന്നത് ബോഡി ലാംഗ്വേജ് പ്രകടമാക്കാൻ വലിയ മിടുക്കനാ പിണറായി വിജയൻ. ഗവർണറെ കാണുമ്പോൾ പിണറായി വിജയന്റെ ബോഡി ലാംഗ്വേജ് എന്താ? അവസാനം കെട്ടിപ്പിടിച്ചു. അതിനു മുമ്പ് ഒരു വിഷയം ഉണ്ടാകുമ്പോൾ എന്താ? ഇവിടെ എത്രയോ വിഷയങ്ങൾ ഉണ്ടാകും. പിന്നെ അതിനേക്കാളൊക്കെ ഉന്നതമായി രാഷ്ട്രീയ എതിരാളികളെ ഏത് ആരോപണം ഉന്നയിച്ചാലും അതിനെയൊക്കെ വളരെ സൗഹാർദ്ദപരമായി നേരിടുന്നു പറയാനുള്ള തെളിവൊന്നും പിണറായി വിജയൻ കാണിച്ചിട്ടില്ലോ. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അല്ലല്ലോ പിണറായി വിജയൻ. ഏത് ആരോപണം വന്നാലും അത് പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടി ഞാൻ സ്വീകരിക്കുന്നു. പിണറായി വിജയനെതിരെ ചെറിയൊരു ഒരു ആക്ഷേപം ഇന്ന് തന്നെയുണ്ട്. ഒരു ഇവന്റ് മാനേജ്മെന്റിന്റെ ഒരു സഹോദരി
നിങ്ങൾ പറഞ്ഞ പ്രസംഗത്തിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു, നല്ല പ്രസംഗം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അത്രയും വേലയൊന്നും ഇവിടെ വേണ്ടാന്ന് പറഞ്ഞ് പെട്ടെന്ന് പ്രതികരിക്കുന്ന പിണറായി വിജയൻ എന്തുകൊണ്ട് മോഡിക്കതിൽ ഒരു പ്രതികരണം ഇതുവരെയിട്ടുണ്ടായിട്ടില്ല? അപ്പൊ ഇവിടെ ഒരു ആത്മബന്ധം കിടക്കുന്നുണ്ട്. ഒന്നുകിൽ ഭയം, അല്ലെങ്കിൽ ആത്മബന്ധം, രണ്ടും ഒന്ന് തന്നെയാണ്. റിസൾട്ട് ഒന്ന് തന്നെ. അല്ലെങ്കിൽ പിണറായി വിജയനെ ബ്ലാക്ക്മെയിൽ ചെയ്ത് കേരളത്തിലെ പാർട്ടിയെ ഉപയോഗിച്ച് BJP വളർത്താൻ ഉപയോഗിക്കും. അത് BJP എല്ലാ സ്ഥലത്തും ചെയ്യുന്നതാണ്. ആ തന്ത്രം BJP എല്ലായിടത്തും ചെയ്യുമ്പോൾ പോരാട്ട വീര്യം കാണിക്കുന്ന മുഖ്യമന്ത്രി സ്റ്റാലിൻ എന്താ ചെയ്ത് അന്വേഷിക്കാൻ പറഞ്ഞു, അതിനുണ്ടായിട്ടുള്ളൂ. എത്ര നേതാക്കന്മാരുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ പിണറായി വിജയനെ ബ്ലാക്ക്മെയിൽ ചെയ്ത് അദ്ദേഹത്തിന്റെ കേസുകൾ ഉപയോഗിച്ച് വ്യക്തമായി പറയാം, പിണറായി വിജയൻ മോഡിയെ ഭയപ്പെടുന്നു, പിണറായി വിജയൻ BJPയെ ഭയപ്പെടുന്നു, പിണറായി വിജയൻ ഇതിന്റെ പേരിൽ ഒരു ആത്മധൈര്യം കാണിക്കാൻ പിണറായി വിജയൻ ഈ ഇലക്ഷനിൽ അങ്ങനെ ഒരു അന്തർധാര കൂട്ടുകെട്ട് ഉണ്ട് എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ഞങ്ങൾ പറയാറുണ്ടല്ലോ, കോൺഗ്രസ് പറയുന്നുണ്ടല്ലോ, ഞാൻ പറയുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ഈ വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മാർക്സിസ്റ്റ് പാർട്ടിയും BJPയും തമ്മിൽ ഒരു അന്തർധാരയുണ്ട്, കൂട്ടുകെട്ടുണ്ട്. രണ്ടുപേരുടെയും ലക്ഷ്യം കോൺഗ്രസിനെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോകുമ്പോൾ പല സ്ഥലങ്ങളിൽ ഇവർ തമ്മിൽ ധാരണയുണ്ടാകും, പല സ്ഥലത്തും ഇവർ വോട്ട് കച്ചവടം നടത്തും. ഇതെല്ലാം തെളിയാൻ പോകുന്നതാണ്. അത് ഞാൻ ഒന്നുകൂടി പറയുന്നു, ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു ആഭ്യന്തര യുദ്ധം നടന്ന കലാപം ഉണ്ടാവും. അതെന്തായിത്തീരും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കാത്തിരുന്ന് കാണാം. അതായത് ബംഗാളിലും ത്രിപുരയിലും തീർന്നു കഴിഞ്ഞു. താങ്കൾ പറയുന്നു കേരളം വിട്ടുപോയി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടെന്ന്. എന്താ ബംഗാളിൽ സംഭവിച്ചത്? ബംഗാളിൽ സംഭവിച്ചതും കഴിഞ്ഞ 30 വർഷക്കാലം അധികാരം തുടർച്ചയായി ലഭിച്ചുകൊണ്ടിരുന്നപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർക്കുണ്ടായ അവരുടെ സമീപനത്തെക്കുറിച്ചുള്ള ആത്മരോക്ഷമാണ് അവിടെ കണ്ടത്. രണ്ടാം വട്ടം അധികാരത്തിൽ വന്നതാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ അധപ്പതനത്തിന് വഴിവെച്ചിരിക്കുന്നത്. അത് ഏത് സാഹചര്യത്തിലാണ് അദ്ദേഹം ഇങ്ങനെ അധികാരത്തിൽ വരാനുണ്ടായത്? കാരണം അദ്ദേഹത്തിന് ആദ്യത്തെ 5 വർഷത്തെ എങ്ങനെ ഏത് തരത്തിൽ സാഹചര്യം നമ്മൾ പലവട്ടം ചർച്ച ചെയ്തിട്ടുള്ള ആ സാഹചര്യം അന്ന് നടന്ന ചില വിഷയങ്ങളിൽ നമുക്കറിയാം. ഒരു കോവിഡ് പോലെ ഒരു കാലഘട്ടം വന്നപ്പോൾ ജനങ്ങളുടെ ഇടയിൽ പെട്ടെന്ന് കുറെ കിറ്റുകൾ കൊടുത്തു നിന്നപ്പോഴത്തേക്ക് എന്തോ ഒരു ആളുകൾക്ക് നൈമിഷികമായിട്ടുള്ള ഒരു കാര്യം മാത്രമാണ്. അത് മാത്രമാണോ? BJP ആ അസംബ്ലി തെരഞ്ഞെടുപ്പിലും BJP ആഗ്രഹിച്ചത് കോൺഗ്രസ് അധികാരത്തിൽ വരുന്നത്. 67 സീറ്റിൽ അവർ BJP RSS തന്നെ വോട്ട് ചെയ്തു അവരെന്നെ ഡിക്ലെയർ ചെയ്തു. പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ ആദ്യം പറഞ്ഞു തന്നെയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അന്നും മോഡിയുടെ ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു, കോൺഗ്രസ് മുക്ത ഭാരതം. അപ്പൊ കോൺഗ്രസ് മുക്ത ഭാരതത്തിന് ഒരു സ്ഥലത്തും കോൺഗ്രസ് മുഖ്യമന്ത്രി വരാൻ പാടില്ല. കമ്മ്യൂണിസ്റ്റ് മുക്ത ഭാരതം അല്ലല്ലോ BJPയുടെ മുദ്രാവാക്യം. അപ്പൊ കോൺഗ്രസ് മുക്ത ഭാരതത്തിന് വേണ്ടി കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരെ ഇല്ലാതാക്കുക, അപ്പൊ ഇവിടെ ധാരണയുണ്ടാക്കുക. അവർക്ക് അത് കഴിഞ്ഞാൽ അവരുമായിട്ട് ഇവരുടെ ഒരു വെല്ലുവിളി ഉയർത്തുന്ന പാർട്ടിയല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഈ തെരഞ്ഞെടുപ്പിലും നടക്കാൻ പോകുന്ന ഈ അന്തർധാര തന്നെയാണ്. മകൻ പോയി കഴിഞ്ഞു, സ്ഥാനാർത്ഥിയായി ഏക്യാനിയുടെ മകൻ സ്ഥാനാർത്ഥിയായി. ഏക്യാനി തന്നെ തള്ളി പറഞ്ഞു, ഞങ്ങൾ അതിനോട് ഒട്ടും യോജിക്കുന്നില്ല. ഏക്യാനിയുടെ മകൻ എന്ന നിലയിൽ അല്ല, ആ വ്യക്തിയെടുത്ത തീരുമാനത്തിന്റെ രാഷ്ട്രീയത്തോട് ഒരിക്കലും യോജിക്കില്ല. ആ വ്യക്തിയെ ശക്തമായി ആ സ്ഥാനാർത്ഥി എതിർക്കാനും ആരുടെ ഉൾപ്പെടെ സംശയം. കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ ഒരു കോൺഗ്രസ് നേതാവിനെ BJP വിലക്കെടുക്കാൻ പോകുന്നു എന്നുള്ള പ്രചരണം BJPക്കുള്ളിൽ ശക്തമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഏത് നേതാവായിരിക്കാം കേരളത്തിൽ? അതിപ്പോൾ ഇപ്പോൾ തുടങ്ങിയതല്ലല്ലോ. BJP അധികാരത്തിൽ വന്ന കാലം തൊട്ട് അവരിങ്ങനെ ഇട്ടു കൊടുക്കുന്ന ഒരു ഇതാണ്, ഞങ്ങൾ ചിലരെടുക്കും ചില സ്ഥലങ്ങൾ കേൾക്കും. ഈ ഇവിടെയല്ല, ചില സ്ഥലങ്ങൾ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കേരളത്തിൽ നിന്നും അങ്ങനെ ഒരു പ്രമുഖ നേതാവ് ഞങ്ങൾ വിലക്കെടുക്കാൻ പോകുന്നു തുടങ്ങിയിട്ട് ഒത്തിരി നാളായി. പല സംശയത്തിന്റെ മുനകൾ പലരിലേക്ക് എത്തിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. ആരും അങ്ങനെ വലിയ പ്രമുഖരൊന്നും പോയിട്ടില്ല. പത്മജ വേണുഗോപാലായിരിക്കും അങ്ങനെ അവസാനത്തെ നേതാവ് എന്ന് പറയുന്നത്? അവസാനത്തെ നേതാവ് എന്ന് പറഞ്ഞില്ല, പത്മജ പോയിട്ടില്ലല്ലോ. പത്മജ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവന ഞാൻ കണ്ടത് പത്മജ കോൺഗ്രസ് തന്നെ ഉറച്ചേക്കുന്ന പറയുന്നത്. പിൻവലിച്ച FP പോസ്റ്റ് പിൻവലിച്ചു. അറിയാൻ പറ്റുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ചാലക്കുടി നിയോജകം ഇപ്പോഴത്തെ നമ്മുടെ ഒരു വിഷയം പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കൂറുമാറ്റമല്ലല്ലോ. ഞാൻ ഈ ചാലക്കുടി പാർലമെന്റ് നിയോജകമണ്ഡലത്തിൽ അവർ മത്സരിച്ചപ്പോൾ അവർക്കെതിരെ വലിയൊരു ഇഷ്യൂ ഒക്കെ ഇറക്കുകയും ലക്ഷക്കണക്കിന് കോപ്പികൾ ഓണപ്പന്തം പാടാനും വിതരണം ചെയ്യുകയൊക്കെ ചെയ്തു. അട്ടിമറി വിജയമൊക്കെ ഉണ്ടാക്കിയുള്ള സംഭവമാണ്.